അതീവ സുരക്ഷാ മേഖലയായ ഇടുക്കി പദ്ധതി പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് വൈദ്യുതി ബോർഡ് അറ്റകുറ്റപ്പണികൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം വേണമെന്ന നിബന്ധന നിൽക്കെയാണ് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതെ ഇവർ ചെറുതോണി ഡാമിന്റെ അടിത്തട്ടിൽ കഴിയുന്നത്. അത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. റിപ്പോർട്ടർ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു സുരക്ഷാ വീഴ്ച കൂടി കണ്ടെത്തിയത്. ചെറുതോണി ഡാമിന്റെ സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണിത്. ഡാമിന്റെ അടിത്തട്ടിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാമെന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരുന്നു. ഇവിടെയാണ് മറ്റൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച. ഞങ്ങൾ ഡാമിന്റെ അടിത്തട്ടിലേക്കുള്ള യാത്രയിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കണ്ടുമുട്ടിയത്. ക്യാമറ കണ്ടതോടെ അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ എത്തുകയായിരുന്നു. ഡാമിൽ വൈദ്യുതി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ തൊഴിലാളികൾ ഇവിടെ എത്തിയത്. ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനക്കാർക്ക് തീവ്രവാദ സ്വഭാവമുള്ളവർ കേരളത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു വീഴ്ച. ഇവരുടെ രേഖകളോ മുൻകാല ജീവിതത്തെക്കുറിച്ചോ പരിശോധന പോലും നടത്താതെയാണ് ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. രാവിലെ ഉദ്യോഗസ്ഥർ ഇവരെ വാഹനത്തിൽ ഇവിടെ എത്തിക്കും. പിന്നീട് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും പോയി കളയും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ പോലും ഉദ്യോഗസ്ഥർ എടുക്കില്ലെന്നും അതിനാൽ ഇവർക്ക് ഭയമാണെന്നും ഇവർ തന്നെ സമ്മതിക്കുന്നു. एक भी कॉल गया तो लोग फरार हो गया, उसके पास आने के साधन है. വൈദ്യുതി വകുപ്പിൽ അറ്റകുറ്റപ്പണിക്ക് ജീവനക്കാർ ഉള്ളപ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അതീവ സുരക്ഷാ മേഖലയായ ചെറുതോണി ഡാമിന്റെ അടിത്തട്ടിൽ ഇപ്പോൾ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ. എന്നാൽ ഇവർക്കൊപ്പം ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ചെറുതോണിയിൽ നിന്നും VS ഹൈദർ അലി, റിപ്പോർട്ടർ.